ഗുഡ് മോർണിംഗ് സീന മാഡം. ഗുഡ് മോർണിംഗ്. സീന മാഡം നമ്മളെ വെസ്റ്റേജ് ബിസിനസ്സിൽ എന്റെ ടീമിൽ ഒരു പവർഫുൾ ലീഡറാണ്. അപ്പൊ സീന മാഡമിന് ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഹെൽത്ത് റിലേറ്റഡ് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് മാഡം ഇപ്പം വന്നിരിക്കുന്നത്. മാഡമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്തായിരുന്നു പറയാം. ഹെൽത്ത് ഇഷ്യൂ? എനിക്ക് കൊറോണ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായി, യൂട്രസ് സംബന്ധമായ പ്രശ്നമായിരുന്നു. അത് 1.5-2 വർഷത്തോളം ഞാൻ കൊണ്ട് നടന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ കഴിക്കുക. അങ്ങനെ ഇത് എനിക്കെന്തുവാ ഹോർമോൺ കുറവാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഹോർമോൺ ഗുളിക എല്ലാം കൂടെ കഴിച്ച് എനിക്കത് ഉള്ളിലടങ്ങി യൂട്രസിന് പ്രോബ്ലമായി, വേദനയും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ മുത്തൂറ്റ് പോയി നമ്മൾ സ്കാൻ ചെയ്തപ്പം പെട്ടെന്ന് DNC ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡി ആൻസി ചെയ്തു ഒരു 30 ദിവസം വരെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പീരീഡ് ആയി കഴിഞ്ഞ് വീണ്ടും നിൽക്കുന്നില്ല. അങ്ങനെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു 2-3 ദിവസത്തേക്കിനുള്ള മരുന്ന് തന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഒരു സർജറി മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്ക് എല്ലാം ഡേറ്റും എടുത്തപ്പോൾ 3 ദിവസം താമസം ഉണ്ടായിരുന്നു അനസ്തേഷ്യ ഡോക്ടർക്ക്. എങ്ങാണ്ട് സർജറി ഉള്ളതുകൊണ്ട് ആ ഡോക്ടർ വരാൻ താമസിച്ചത് കൊണ്ട് മാത്രം സർജറി നടന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പലരോടും ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, ഒരു ഡോക്ടർ പറയുന്നത് തന്നെ മാത്രം നമ്മൾ കേൾക്കരുത്, ഒരു 3-4 ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമൃതായി പോകാന്ന് പറഞ്ഞു. അമൃതായി പോകാൻ അത്രയും ദൂരെ കൂടുതലുള്ളത് കൊണ്ടും എനിക്ക് ആരോഗ്യ പ്രശ്നം കൂടുതലുള്ളത് കൊണ്ടും നമ്മൾ അടുത്തെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരുവല്ല ബിലീവേഴ്സി ഒരു കുരുവിള ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറെ പോയി കണ്ടുന്നു. ഗൈനക്കോളജിസ്റ്റ്, നല്ല മിടുക്കനാണ്. ആ ഡോക്ടറെ പോയി കാണുന്നു. ആ ഡോക്ടർ ഫുള്ള് ചെക്കപ്പ് എല്ലാം ചെയ്ത് സ്കാനിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട്, പക്ഷെ ഞാനൊരു ടാബ്ലറ്റ് നിർത്താം, അത് കുറച്ച് നാളത്തേക്ക് നിർത്താനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പൊ പ്രായം കുറവല്ലേ, ഇച്ചിരി 45-50 വയസ്സോളം ആകുമ്പോൾ നമുക്ക് സർജറി അന്നേരം നമുക്ക് ചെയ്യാം, ഇപ്പൊ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ മരുന്ന് തന്ന് ഇതാക്കാന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് നിന്ന് ഒരു 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 6-7-8 മാസം യാതൊരുവിധ പ്രശ്നമില്ല. പീരീഡ് റെഗുലറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു 8 മാസം കഴിഞ്ഞ് നമ്മുടെ ഈ സെപ്റ്റംബർ ഒക്കെ ആയപ്പം വീണ്ടും ബ്ലീഡിങ് വന്ന് നിൽക്കാതായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഓവർ ബ്ലീഡിങ്, യൂട്രസിലോട്ട് ഫംഗൽ ബാധ ഫംഗൽ ബാധയാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 3 ആഴ്ച ഇപ്പൊ ഈ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞ് 3 ആഴ്ച കഴിയുമ്പം വരണമെന്ന് പറഞ്ഞ് ബയോപ്സി ചെയ്യാൻ. ബയോപ്സി ചെയ്യാൻ വരണം. അതുപോലെ ഉള്ളില് കോപ്പർട്ടി പോലുള്ള സംഭവം വെളിയിലോട്ട് ബ്ലീഡിങ് വരാതെ യൂട്രസിനകത്ത് തന്നെ കിടക്കത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോഴേ സർജറി വേണ്ട. സർജറി ഒരു പിന്നെ 10-15-50 വയസ്സാകുമ്പോഴത്തേന് നമുക്ക് സർജറി ചെയ്യാം. അതുവരെ ഇങ്ങനെ പോട്ടെന്ന് പറഞ്ഞു. അപ്പം സകല ദൈവങ്ങളെയും ഞാൻ കണ്ട് ഈ പറഞ്ഞിട്ട് നമ്മള് ഇത് ഒരു സ്ത്രീയുടെ പ്രധാന ഘടകം യൂട്രസ് അല്ലേ. ഇത് എടുത്തു കളയുക എന്ന് വെച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും ഇതായിട്ട് നടന്ന് ജോലി ചെയ്യുന്ന ഇപ്പം നമുക്ക് കുഴപ്പമില്ല, ജോലി ചെയ്യാം. പക്ഷെ ഇതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനും പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇങ്ങനെ കണക്ട് ആയത്. അപ്പം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് നമ്മളെ കണക്ട് ആയത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ എൻ്റെ അപ്ലൈനായി നീതു എന്നെ വിളിച്ച് പറഞ്ഞ് ചേച്ചി സാധനമൊക്കെ ഓർഡർ ചെയ്യണ്ടായോ, ലിസ്റ്റ് തരാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞു ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ നിൽക്കും, എനിക്ക് ഇതുപോലെ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നമായി, അത് 3 ആഴ്ച കഴിയുമ്പോൾ വരണമെന്ന് പറഞ്ഞ് ബയോപ്സി ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ്, ഡോക്ടർ എന്താ പറയുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ആകെ അങ്ങിതായി. അങ്ങനെ ഞാൻ നീതുവിനെ വിളിച്ച് പറഞ്ഞു, നീതു 3 ആഴ്ച കഴിയുമ്പോൾ ചെല്ലണം, ഇതുപോലൊരു സർജറി പോലെ ചെയ്യുകയും വേണം. അത് ഉള്ളില് കോപ്പർട്ടി ഏതാണ്ട് ഇടുന്നത്, കോപ്പർട്ടി പോലുള്ള സംഭവം ഇടുന്നത്, വെളിയിലോട്ട് ഇത് വരാതിരിക്കാൻ, ബ്ലഡ് വരാതിരിക്കാനുള്ള ഇതും, അങ്ങനെ ഫംഗൽ ബാധയാകാനും തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അവൾ എന്നോട് പറഞ്ഞത്, ചേച്ചി 3 ആഴ്ച സമയമില്ലേ, ചേച്ചി ഇപ്പം അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊന്നും അല്ല വാങ്ങിക്കേണ്ടത്, ചേച്ചിക്ക് വിശ്വാസം ഉണ്ടോ എന്നെ, ഞാൻ പറയുന്ന കുറെ പ്രോഡക്റ്റ് കഴിക്കാൻ വിശ്വാസം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ ഓരോരുത്തരും പറയുന്ന കേട്ടോ, ഓരോ ഡോക്ടർമാരെയും കണ്ട് ഇത്രയും ഞാൻ കഴിച്ച് എന്നിട്ടും മാറ്റമില്ല, ഇതും കൂടെ പരീക്ഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവള് പെട്ടെന്ന് തന്നെ 3 ദിവസത്തേക്ക് മുമ്പ് തന്നെ നമുക്ക് സാധനം എത്തുന്ന രീതിയിൽ ചെയ്തു തന്നു.
$10,3800 സാധനം. ശതാവീരി മാക്സ്, ഫ്ലാക്സ് ഓയില്, കുർക്കുമിൻ പ്ലസ്, പിന്നെ വൈറ്റൽ കോംപ്ലക്സ്, പ്രോട്ടീൻ പൗഡർ, പിന്നെ നെയിൽ ആൻഡ് സ്കിന്ന് ടാബ്ലറ്റ്, വൈറ്റമിൻ ഡി സബ്ലിങ് സ്പ്രേ, പിന്നെ അങ്ങനെ കുറെ ഒരു 9 ടാബ്ലറ്റോളം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിച്ചേച്ചി 2-3 നേരം ഈ 2 വെച്ച് ഇതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞു. 3 നേരം ഈ 2 വെച്ച് കഴിക്കണം. 3 ആഴ്ച സമയമില്ലേ, അപ്പോഴത്തേന് ചേച്ചിക്ക് പോകാൻ, ചേച്ചിക്ക് ഒരു കുഴപ്പം വരുത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കഴിക്കാന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഈ മുടി കൊഴിച്ചിൽ, ഹെയർ ഓയിൽ തേച്ച് മുടി കൊഴിച്ചിൽ അങ്ങ് നിന്ന്. അത് ഞാൻ അന്നേരം അവളോട് പറഞ്ഞു, നീതു എനിക്ക് മുടിക്ക് മാറ്റമുണ്ട്, കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്, ചേച്ചി ഇതൊന്ന് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞു നമ്മളെ ഗ്രൂപ്പിലോട്ട്. ആ ശരി ചെയ്യാന്ന്. അങ്ങനെ ഓരോ മാറ്റങ്ങളും ചേച്ചി അറിയിക്കണമെന്ന് പറഞ്ഞു. കഴിച്ച മാറ്റങ്ങൾ ഓരോന്നും അറിയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ബ്ലീഡിങ്ങിന് മാറ്റം ഉണ്ടായി. വേറെ ടാബ്ലറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഒന്നും ഞാൻ കഴിച്ചില്ലെന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ എനിക്ക് സൈഡ് എഫക്റ്റാ. വാവൊട്ടുകയും പിന്നെ ശരീരത്തിന് ആകെ ക്ഷീണവും വേദനയും തളർച്ചയും കിതപ്പും നടക്കാൻ വയ്യ, തലപൊങ്ങ, അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളും കാര്യങ്ങളും. ആ ഗുളിക ഭയങ്കര എഫക്റ്റീവായിരുന്നു. അപ്പൊ അതെല്ലാം നിർത്തിയിട്ട് ഞാൻ സ്വയം നിർത്തി നമ്മുടെ ഈ ശതാവേരി മാക്സും കുർക്കുമിൻ പ്ലസും എല്ലാം കഴിച്ച് നല്ല ദൈവത്തെ വിളിച്ച് തന്നെ ഇതിൽ നിന്ന് എനിക്ക് മാറണം, മോചനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് കഴിച്ച് മാറ്റങ്ങളുണ്ടായി. അങ്ങനെ പിറ്റേ മാസവും ഞാൻ നമ്മുടെ സപ്ലിമെന്റ് തന്നെ വാങ്ങിച്ചത്. ഇപ്പം 3 മാസം തുടർച്ചയായിട്ട് ഞാൻ സപ്ലിമെന്റ് തന്നെ കഴിച്ച് 3 നേരം. പിന്നെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനത് 2 ഗുളിക വെച്ച് 2 നേരമാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഗുളികകളാക്കി. പിന്നെ ഇപ്പം 3 ദിവസം കൂടുമ്പോഴും 4 ദിവസം കൂടുമ്പോഴൊക്കെയാ ടാബ്ലറ്റ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് മുഖത്തിനൊരു ക്ഷീണമോ കാര്യങ്ങളോ തോന്നുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പീരീഡ്സ് റെഗുലറായിട്ട് പോകുന്നുണ്ട്. സർജറി പറഞ്ഞതാണ്, അവിടെ നിന്ന് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞാൽ മതി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കസിൻ ബ്രദറാണ് എന്നെ ഇതിലോട്ട് കണക്റ്റ് ആക്കിയത്. എൻ്റെ ഈ പിന്നെ പ്രശ്നങ്ങളൊക്കെ കണ്ടും പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കണ്ടും എൻ്റെ കസിൻ ബ്രദറാണ് എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നീതുവായിട്ട് കണക്ട് ചെയ്തത്. നീതു ആയിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന അവളായിരുന്നു. അങ്ങനെ ഇപ്പം ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. മുടി കളിക്കുന്നുണ്ട്, മുഖത്തിനൊക്കെ മാറ്റങ്ങൾ വെച്ച് ഇപ്പൊ എല്ലാവരും വളരെ സുന്ദരിയായിരുന്നു. അത് സന്തോഷം. മാഡം അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മാഡമിന്റെ മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നേക്കാളും മുമ്പ് ആൾക്ക് ഒരു കണ്ടീഷൻ മുടിയൊക്കെ കൊഴിഞ്ഞ് എല്ലാവരും ഇതെന്താ ഒരു വളരെ സീരിയസ് ആയി വേറെന്തോ ഒരു ക്യാൻസർ ആണോന്ന് പോലും ചോദിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മാഡം ഈ രീതിയിൽ പറഞ്ഞത്. കാരണം അവരെ ഒരു ഹാപ്പിനെസ് ആണ് അവർ ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾക്ക് ഇപ്പൊ ഇതിൽ മനസ്സിലാക്കാം, ഡോക്ടേഴ്സ് സർജറി ഫിക്സ് ചെയ്ത് ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താണെന്ന് ഒരു 2 വീക്ക് ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റുകൾ യൂസ് ചെയ്ത സമയത്ത് അവരിലുണ്ടായ മാറ്റം, ഒരു യൂട്രസ് എന്ന് പറയുന്നത് ഒരു ലേഡിനെ സംബന്ധിച്ചിട്ട് അത് വളരെ വാല്യബിൾ ആയ ഒരു ഹെൽത്ത് നമ്മൾ വലിയൊരു ഓർഗൻ ആണ്. അപ്പൊ അത് ഒരു റിമൂവ് ആക്കി അങ്ങനത്തെ ലേഡീസ് ഒക്കെ പറഞ്ഞ കേൾക്കാം. അവർ മാനസികമായിട്ടും വളരെ ശാരീരികമായിട്ടും പല പ്രശ്നങ്ങൾ അതിന് ശേഷം അവർ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു ഏജ് കഴിഞ്ഞാല് ഒരു ലേഡീസിന് 30 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള യൂട്രസ് റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ അതിലിപ്പം നമുക്ക് ബ്ലീഡിങ് ആയിരിക്കാം, ചിലപ്പം ഫൈബ്രോയിഡ് അല്ലെ, അതുപോലത്തെ വേറെ പല ഇതുപോലത്തെ ഈ ഒരു ഇപ്പം മാഡമിന്റെ സർജറി കേസിൽ ഫൈനലാണ് സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഇറെഗുലർ പീരിയഡ്സ്, PCOD, ഇതൊക്കെയും നോർമൽ ആയിട്ടുള്ള സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലംസ് ആണ്. പിന്നെ മെനോപോസ് ടൈമിൽ വരുന്ന പ്രോബ്ലംസ്, ഇതൊക്കെയും നമുക്ക് ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇതൊക്കെ നമ്മളെ ഹെൽത്ത് അസുഖങ്ങളും ഒന്നും വരാതെയും, അതുപോലെ തന്നെ ഉള്ള ചില അസുഖങ്ങൾ നമ്മൾ ഈ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് ക്ലിയർ ആയിട്ട് മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇതാണ് എല്ലാവരും ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് അറിയില്ല. നമ്മളെ ന്യൂട്രീഷണൽ ഗ്യാപ്പ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേണ്ടുന്നത്ര പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസ് കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെയും ഇല്ലാതെ വേണ്ടുന്നത്ര ഇനഫ് കിട്ടാതിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഗ്യാപ്പ് കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാനാണ് ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നത്. അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള ചില പ്രോബ്ലംസ് ഇതുപോലത്തതൊക്കെ ഇത് പലതും നമുക്ക് റിസൾട്ട് നമ്മൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട്. നമ്മൾക്ക് ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഫീൽഡിൽ അത് തന്നെയാണ്
എല്ലാവർക്കും ഉള്ളത്. നമ്മളെ ഹെൽത്ത് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ടും ഡൗട്ട്ഫുൾ മൈൻഡ് ഒന്നും ഇല്ലാതെ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മളെ ആരോഗ്യമൊക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഹെൽത്തി ആയ ഒരു ലിവിംഗിലേക്ക് നമ്മളെ ലൈഫിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാ ലേഡീസിനും അതൊരു നല്ലൊരു വണ്ടർഫുൾ എന്താ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് മാഡമിൻ്റെത്. അപ്പം മാഡമിന് ഞാൻ പ്രത്യേകിച്ച് താങ്ക് യു പറയുന്നു. ഇപ്പൊ ഈ ഒരു വേദിയിൽ വന്ന് നമുക്കിത് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് എത്തിച്ചതിന് താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെ ഫലമായിട്ട് പിന്നെ വെരിക്കോസ് വെയിനും ഉണ്ടായിട്ടുണ്ട്. വെരിക്കോസ് വെയിൻ ഉണ്ടായി, പിന്നെ പൈൽസിന്റെ പ്രശ്നം ഉണ്ടായി. അതെല്ലാം മാറ്റമുണ്ട്. നമ്മുടെ അതിന്റെ കൂടെ ഗാനോഡർമയും ഫുഡ് പാച്ചസും കൂടെ ഉപയോഗിച്ചപ്പം വെരിക്കോസിന്റെ പ്രശ്നം മാറി. പിന്നെ നമ്മുടെ ഫൈബറും പിന്നെ കോംബയോട്ടിക്സും അലോവേരയും കൂടെ യൂസ് ചെയ്തപ്പം പൈൽസിന്റെ പ്രശ്നവും മാറി. അപ്പൊ ഓക്കെ. എല്ലാം ഹാപ്പിയായി. ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലേ? താങ്ക് യു മാഡം. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.